ഹായ് ഹലോ, ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഒടുവിൽ ജാനകി തൻ്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന നിമിഷമാണ് ഇന്ന്. ജാനകി ഇത്രയും വർഷം എന്തിന് ജീവിച്ചു, അല്ലെങ്കിൽ ഇത്രയും വർഷം തൻ്റെ മനസ്സിൽ തോന്നാത്ത ആ ഒരു അമ്മ എന്നുള്ള ആ ഒരു ചോദ്യം എന്തുകൊണ്ട് തൻ്റെ മനസ്സിൽ ഇപ്പോൾ അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞു, തൻ്റെ ലക്ഷ്യം അവസാനം വിജയത്തിൽ എത്തിയിരിക്കുവാണ് എന്നൊക്കെ ഇന്ന് ജാനകി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്. അതുമാത്രമല്ല, ഇന്നത്തോടുകൂടി അപർണയുടെ കളികളെല്ലാം അവസാനിക്കാൻ വേണ്ടിയിട്ടും പോകുവാണ്. എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ജാനകിയുടെയും അബിയുടെയും ജീവിതത്തിൽ ഒരു പുതിയൊരു തുടക്കമാകാൻ വേണ്ടിയിട്ട് പോകുവാണ്. ജാനകി സ്വാമിജിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സ്വാമിജിക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായി. അങ്ങനെ പക്ഷേ ജാനകിയുടെ അമ്മയായ രാധാമണി വാരസ്യാർ അല്ല ഇപ്പോൾ ആ മഠത്തിലുള്ള ആശ്രമത്തിലുള്ള തൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ അവിടെ തൻ്റെ അമ്മയുടെ പേര് അരുന്ധതി ദേവി എന്നാണ്. ഇങ്ങനെ അരുന്ധതിയെ കണ്ടു. അങ്ങനെ ജാനകിക്ക് ഒരുപാട് സന്തോഷം തോന്നി. തൻ്റെ അമ്മയെ കണ്ടപ്പോൾ തന്നെ ജാനകിയുടെ മനസ്സെല്ലാം നിറഞ്ഞു, കണ്ണെല്ലാം പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് പൊട്ടി കരയുമായിരുന്നു. അവസാനം ജാനകി ഒരുപാട് പൊട്ടിക്കരഞ്ഞ് തൻ്റെ അമ്മയെ ചേർത്ത് പിടിച്ചു, കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും അങ്ങനെ അമ്മയുടെ മകളാണമ്മേ, ഞാൻ ജാനകിയാണമ്മേ, ഞാൻ അമ്മയുടെ മകളാണ് അമ്മ, എന്താ എന്നോട് ഒന്നും സംസാരിക്കാത്തത് എന്നൊക്കെ ജാനകി ഇങ്ങനെ ആവർത്തിച്ച് ഇന്ന് വരെ താൻ ജനിച്ചിട്ട് കാണാത്ത തൻ്റെ യഥാർത്ഥ അമ്മയെ താൻ ഇന്ന് കണ്ടപ്പോഴുള്ള ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ആ ഒരു അത് മാത്രമല്ല, നമ്മൾ ഒരുപാട് നാളുകൾ നമ്മുടെ അമ്മയെ കാണാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രിയപ്പെട്ടവരെ കാണാതിരുന്നിട്ട് തിരിച്ച് കുറേ മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷം അവരെ കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷവും ഒക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതേ ഫീലിങ്സ് തന്നെയായിരുന്നു ഇവിടെ ജാനകി തൻ്റെ അമ്മയെ കണ്ടപ്പോഴും. പക്ഷേ ജാനകി അങ്ങോട്ട് തൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുന്നതല്ലാതെ തിരിച്ചൊരു മറുപടി അവിടെ നിന്ന് കിട്ടുന്നില്ല. ജാനകിയുടെ അമ്മയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജാനകി അമ്മയോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അമ്മയൊന്നും മിണ്ടുന്നില്ല. സ്വാമിജിയോട് ചോദിച്ചപ്പോഴാണ് സ്വാമിജി പറയുന്നത്, ജാനകിയുടെ അമ്മ ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഇന്ന് വരെ ജാനകിയുടെ അമ്മ ഞങ്ങളോടൊന്നും മിണ്ടിയിട്ടില്ല, ഒന്നും സംസാരിച്ചിട്ടില്ല. എന്താണെന്ന് അറിയത്തില്ല, ഒരക്ഷരം മിണ്ടാനോ സംസാരിക്കാനോ വരാറില്ല. എന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടത്തില്ല. ഇങ്ങനെ ഒരു ജാനകിയുടെ അമ്മയുടെ മനസ്സ് ഇവിടെയൊന്നും അല്ല, മനസ്സേ ഇല്ല എന്നുള്ള രീതിയിലാണ്. ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഒരു പ്രതിമയെ പോലെ എവിടെയെങ്കിലും ഇരുന്നോളും. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കും. പക്ഷേ ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം ഇന്ന് വരെയും ഒരാളോട് പോലും അരുന്ധതി സംസാരിക്കുന്നതായിട്ട് ആരും പറഞ്ഞിട്ട് പോലുമില്ല. എന്നോടും സംസാരിക്കാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആഗ്നസ് വന്നിട്ട് പോലും, മദർ ആഗ്നസ് വന്നിട്ട് പോലും ജാനകിയുടെ അമ്മ മദർ ആഗ്നസിനെ ഒന്ന് തിരിച്ചറിയാൻ പോലും തയ്യാറായിരുന്നില്ല, തിരിച്ചറിഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ജാനകി ഇന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല ഫാദർ, ഞാനിന്ന് എന്തായാലും എൻ്റെ അമ്മയുടെ കൂടെയാണ്, നാളെ എൻ്റെ ഭർത്താവ് വരും. അപ്പോൾ ഭർത്താവ് വന്നതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ സംസാരിച്ചിട്ട് ഞങ്ങൾ തീരുമാനമെടുക്കും. പക്ഷെ അമ്മയെ ഞങ്ങൾ കൊണ്ടുപോകും എന്ന് തന്നെയാണ് ജാനകി സ്വാമിജിയോട് പറഞ്ഞത്. അങ്ങനെ സംസാരിച്ചതിന് ശേഷം റൂമിൽ കൊണ്ടുപോകാനായിട്ട് തയ്യാറായി. പക്ഷേ എന്തായാലും നിങ്ങൾ ആ റൂമിൽ കിടക്കണ്ട, ജാനകിക്ക് അമ്മയ്ക്കൊപ്പം കിടക്കണമെന്നല്ലേ ആഗ്രഹം. പക്ഷേ അവിടെ ഒരു ബെഡ് സൗകര്യം കുറവാണ്, ഞാൻ വേറൊരു റൂം അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ജാനകി അമ്മയും കൊണ്ട് ആ റൂമിലേക്ക് പോയി. പക്ഷേ റൂമിൽ കയറുന്ന സമയത്ത് താൻ ഇത്രയും വർഷങ്ങൾ ജീവിച്ച റൂമിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് വന്നപ്പോൾ ജാനകിയുടെ അമ്മയ്ക്ക്, അരുന്ധതി ദേവിക്ക് ഭയങ്കര ഒരു ടെൻഷനായി, ഒരു വെപ്രാളമായി. പക്ഷെ ജാനകി സമാധാനിപ്പിച്ചു, അമ്മയെ അകത്ത് കൊണ്ടിരുത്തി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് തയ്യാറാവുകയാണ്. അപ്പോൾ അമ്മയെ സമാധാനിപ്പിച്ചു. എന്നിട്ട് ജാനകി അമ്മയോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അമ്മയൊന്നും കേൾക്കുന്നില്ല, കേട്ട ഭാവം പോലും നടിക്കുന്നില്ല. അപ്പോൾ പൊന്നു തൻ്റെ അമ്മയെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് അബിയോട് പറഞ്ഞു. പക്ഷെ അബി ആദ്യമൊക്കെ വിളിച്ചപ്പോഴില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ജാനകി അവിടെ വന്നിരുന്നതിന് ശേഷം അബിയെ വിളിച്ചു. അബിയെ വിളിച്ച് സംസാരിച്ചു. തൻ്റെ അമ്മയെ കണ്ടുവെന്നും വർഷങ്ങൾക്ക് ശേഷം തൻ്റെ അമ്മയെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്, അതേ മഠത്തിൽ തന്നെ അമ്മയുണ്ടായിരുന്നു, ഞാനിപ്പോൾ അമ്മയ്ക്കൊപ്പമാണ്, ഞാൻ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ്, ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ കോൾ കട്ട് ചെയ്തു. അപ്പോൾ അബിക്ക് ഒരുപാട് സന്തോഷം തോന്നി, ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റുമാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അപർണ കാരണം തന്നെയാണ് ജാനകിക്ക് അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പൂർണ്ണമായിട്ടും പറയാൻ പറ്റും. അപർണ അത്രയും വഴക്കുണ്ടാക്കിയത് കൊണ്ടാണല്ലോ ജാനകിക്ക് അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത്.
അങ്ങനെ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് മറ്റൊരു സ്വാമിജി വന്നു. അങ്ങനെ ഭക്ഷണം കൊടുക്കാനായിട്ട് നോക്കുമ്പോൾ കാര്യങ്ങൾ സംസാരിച്ചു. അമ്മ ഇവിടെ നിന്ന് ആ സമയത്തും രാധാമണി അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് തയ്യാറാവുകയാണ്. തനിക്ക് ഈ ഒരു റൂം എന്തോ ഇറിറ്റേറ്റഡ് ആവണമെന്നുള്ള രീതിയിലായിരുന്നു രാധാമണിയുടെ പെരുമാറ്റം. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അമ്മയെ പോകണ്ട, ഇത് നമ്മുടെ പുതിയ റൂമാണ്, അമ്മ സമാധാനിക്കുന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഭക്ഷണവും കൊണ്ട് സ്വാമിജി വന്നു. എന്നിട്ട് ജാനകിയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം, പണ്ട് തൊട്ടേ ഇങ്ങനെയാണ്, ഇപ്പോൾ ഒരുപാട് വർഷം ഒരു സ്ഥലത്ത് തന്നെ ജീവിച്ചിട്ട് പെട്ടെന്ന് മാറിയപ്പോഴുള്ള ഒരു വിമിഷ്ടമാണത്, കാര്യമാക്കണ്ട. എന്തായാലും ഈ ഭക്ഷണം കൊടുക്ക്. ഇത് വാരി കൊടുക്കുമ്പോൾ അമ്മ ചിലപ്പോൾ കഴിച്ചില്ല എന്ന് വരും, എന്നാലും ചിലപ്പോൾ ദേഷ്യം വന്ന് കഴിക്കാതിരുന്നു എന്നും വരും, എന്നാലും കാര്യമാക്കണ്ട. ജാനകി എന്തായാലും അമ്മയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വന്നതല്ലേ, അപ്പോൾ പിന്നെ ഇപ്പോഴൊക്കെ ഇത് ശീലിക്കേണ്ടതെന്ന് വിചാരിച്ചു. അങ്ങനെ പറഞ്ഞിട്ട് പോയി. പിന്നാലെ ജാനകി തൻ്റെ അമ്മയ്ക്ക് ആദ്യം ഭക്ഷണം വാരി കൊടുത്തു. എന്നാൽ അരുന്ധതി അത് കഴിച്ചില്ല. അപ്പോൾ അമ്മയുടെ മകളാണമ്മേ, ഞാൻ അമ്മയെ കാണാനായിട്ട് എത്ര വർഷം ഞാൻ എവിടെയൊക്കെ അലഞ്ഞു എന്നറിയാമോ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ സങ്കടങ്ങളെല്ലാം ജാനകി അമ്മയോട് പറഞ്ഞപ്പോൾ അതെല്ലാം കേട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അതെല്ലാം കേട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ അരുന്ധതി വാ തുറന്നു. ജാനകി കഞ്ഞി വാരി കൊടുത്തു, അതൊക്കെ കഴിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ജാനകി തിരികെ വന്നിട്ട് അമ്മയുടെ ദേഹമൊക്കെ തുടച്ചു വൃത്തിയാക്കിയതിന് ശേഷം അമ്മയോട് സംസാരിക്കുവാണ്. അമ്മയ്ക്ക് സൂര്യനാരായണനെ അറിയാമോ, ഒരു തമ്പിയെ അറിയാമോ? അപ്പോൾ അതിലൊന്നും ആ തമ്പിയുടെ ഇപ്പോൾ സൂര്യനാരായണൻ്റെ പേര് കേട്ടിട്ട് ഒരു റെസ്പോണ്ട് ആയില്ലെങ്കിൽ പോലും തമ്പിയുടെ പേര് കേൾക്കുമ്പോൾ രാധാമണി ഒരു റിയാക്ഷൻ വരേണ്ടതാണ്, ഒരു ദേഷ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെരുമാറ്റത്തിൽ വ്യത്യാസം വരേണ്ടതാണ്. പക്ഷെ അതൊന്നും വന്നില്ല. എന്നിട്ട് തമ്പി രാധാമണിയോട് ചെയ്ത ഓരോ ക്രൂരതകളും ജാനകി ഇങ്ങനെ എടുത്തെടുത്ത് പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ ചെറുതായിട്ട് രാധാമണിയുടെ മുഖത്തെ ആ ഒരു വ്യത്യാസം തോന്നുന്നുണ്ട്. മാത്രമല്ല തമ്പിയുടെ പേരുകളും രാധാമണിയോട് ചെയ്ത ക്രൂരതകളും ജാനകി ജനിച്ച കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു പറഞ്ഞു. അങ്ങനെ ഇനി തൻ്റെ അമ്മയെ ശരിയാക്കി പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു വരാനായിട്ടാണ് ജാനകി ശ്രമിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. എന്തായാലും ജാനകി അമ്മയെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി അമ്മയെ പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട്, തന്നെ മകളെ എന്ന് വിളിക്കുന്ന ഒരു രീതിയിലോട്ട് കൊണ്ടുവരാനായിട്ട് ജാനകിക്ക് സാധിക്കും. അതുമാത്രമല്ല ഇനി എന്തായാലും അപർണയുടെയും തമ്പിയുടെയും അവരുടെ ഒരു ജീവിതം തകർന്ന നിമിഷങ്ങൾ തന്നെയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.